ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 13-ാം അധ്യായമായ ക്ഷേത്രജ്ഞ വിഭാഗയോഗത്തിലെ 20 ശ്ലോകങ്ങൾ പൂർത്തിയാക്കി. ഇന്ന് നമുക്ക് 21-ാമത്തെ ശ്ലോകം നോക്കാം. കാര്യകാരണകർത്തൃത്വേ ഹേതുർപ്രകൃതിരുച്യത്തെ പുരുഷസുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യത്തെ. കാര്യകാരണകർത്തൃത്വേ, കാര്യകാരണഭാവത്തിനും കർത്തൃത്വത്തിനും ഹേതു കാരണം അഥവാ ആധാരം പ്രകൃതിയാണെന്ന് ഉച്യത്തെ പറയപ്പെടുന്നു. സുഖദുഃഖങ്ങളുടെ ഭോക്തൃത്വത്തിന് ഹേതു കാരണം അഥവാ ആധാരം പുരുഷനാണെന്ന് ഉച്യത്തെ പറയപ്പെടുന്നു. കാര്യകാരണഭാവത്തിനും കർത്തൃത്വത്തിനും കാരണം ആധാരം പ്രകൃതിയാണെന്ന് പറയപ്പെടുന്നു. സുഖദുഃഖങ്ങളുടെ ഭോക്തൃത്വത്തിന് കാരണം പുരുഷനാണ് എന്നും പറയപ്പെടുന്നു. പ്രപഞ്ചത്തിൽ ഏതൊരു കാര്യത്തിനും ഒരു കാരണമുണ്ടാകും, അഥവാ ഏതൊരു കാര്യത്തിനും ഒരു ആധാരമുണ്ടാകും. ഉദാഹരണത്തിന് മൺകുടം എന്ന കാര്യം, അതിന് കാരണമാകുന്നത് അഥവാ ആധാരമാകുന്നത് മണ്ണ് എന്ന വസ്തുവാണ്. മണ്ണ് എന്ന ആധാരത്തിൽ നിന്നാണ് അഥവാ കാരണത്തിൽ നിന്നാണ് മൺകുടം എന്ന കാര്യം സംഭവിക്കുന്നത്. ആഭരണം എന്ന കാര്യത്തിന് കാരണം സ്വർണമാണ്. അതായത് സ്വർണം എന്ന കാരണത്തിൽ നിന്നാണ് ആഭരണം എന്ന കാര്യം സംഭവിക്കുന്നത്. അതാണ് ഓരോ കാര്യത്തിനും പിന്നിൽ ഒരു കാരണമുണ്ടാകും, ഒരാധാരമുണ്ടാകും. എല്ലാ വസ്തുക്കളിലും ജീവജാലങ്ങളിലും ഈ കാര്യകാരണ ഭാവമുണ്ട്. പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളിലും ജീവജാലങ്ങളിലും ഈ കാര്യകാരണ ഭാവമുണ്ട്. ഓരോ കാര്യവും സംഭവിക്കുവാൻ പിന്നിലൊരു കാരണമുണ്ടാകും, ഒരു ആധാരമുണ്ടാകും. പ്രകൃതിയുടെ വികാരത്തിൽ നിന്നാണ്, വികാരമെന്ന് പറഞ്ഞാൽ പരിണാമം, ഈ പരിണാമത്തിൽ നിന്നാണ്, പരിണാമ സ്വഭാവത്തിൽ നിന്നാണ് ഈ കാര്യകാരണഭാവം ഉണ്ടാകുന്നത്. പ്രകൃതി സ്വയം ഇങ്ങനെ പരിണമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ കാര്യകാരണ ഭാവം ഉണ്ടാകുന്നത്. ജീവസൃഷ്ടിയുടെ ആദ്യ രൂപമായ ബുദ്ധിതത്വം, അതായത് നമ്മൾ പറഞ്ഞല്ലോ പരമാത്മാവ് ബ്രഹ്മം എന്ന് പറയുന്നത്, ഈശ്വരൻ എന്ന് പറയുന്നത് ആ ഒരു സത്ത, അതിൻ്റെ 2 വശങ്ങളാണ് പ്രകൃതിയും പുരുഷനും. ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെ ബ്രഹ്മത്തിൻ്റെ അഥവാ പരമാത്മാവിൻ്റെ 2 വശങ്ങളാണ് അഥവാ 2 ഭാവങ്ങളാണ് പുരുഷനും പ്രകൃതിയും. പുരുഷൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവ്. പ്രകൃതി 2 ഭാവങ്ങളിലുണ്ട്. പുരുഷൻ നിത്യനാണ്, ഒരു മാറ്റങ്ങൾക്കും വിധേയമാവാത്തവനാണെങ്കിൽ പ്രകൃതി എന്ന് പറയുന്നത് പരിണാമങ്ങൾക്ക് വിധേയമായതാണ്. അതാണ് പുരുഷനും പ്രകൃതിയും തമ്മിലുള്ള വ്യത്യാസം. ഈ പ്രകൃതി തന്നെ അഗോചരമായ മൂലപ്രകൃതിയുമുണ്ട്, ഗോചരമായ ഭൗതിക പ്രകൃതിയും ഉണ്ട്. അങ്ങനെ സൃഷ്ടിയുടെ ആദ്യരൂപമായ മൂലപ്രകൃതിയിൽ നിന്നും ബുദ്ധിതത്വം ഉണ്ടാകുന്നു. ബുദ്ധി എന്ന് പറയുന്ന തത്വമുണ്ടാകുന്നു. അപ്പോൾ ബുദ്ധി എന്ന
ആ കാര്യത്തിന് കാരണമാകുന്നത് ഏതാണ്? മൂലപ്രകൃതിയാണ്. അതിനാധാരമാകുന്ന മൂലപ്രകൃതിയാണ്. മൂലപ്രകൃതിയിൽ നിന്നാണ് ബുദ്ധി തത്വം ഉടലെടുക്കുന്നത്. ബുദ്ധിയിൽ നിന്നും ഉടലെടുക്കുന്നതാണ് അഹംകാരം എന്ന തത്വം. അഹംകാരം എന്ന് പറഞ്ഞാൽ സ്വത്വം, ഞാനെന്ന ഉണ്മ, ഞാൻ എന്ന ഒരു വ്യക്തി ഉണ്ട് എന്നുള്ള ആ ഒരു തോന്നൽ, അതാണ് സ്വത്വബോധം. ഞാനെന്ന ഉണ്മ ഉണ്ട് എന്നുള്ള ബോധം. അതുണ്ടാവുന്നത് എവിടെ നിന്നാണ്? ബുദ്ധിയിൽ നിന്നാണ്. അപ്പോൾ മൂലപ്രകൃതിയിൽ നിന്നും ബുദ്ധി ഉണ്ടാകുന്നു. അപ്പോൾ ബുദ്ധി എന്ന കാര്യത്തിന് കാരണം മൂലപ്രകൃതിയാണ്. ബുദ്ധിയിൽ നിന്നും അഹങ്കാരം ഉണ്ടാകുന്നു. ഞാനെന്ന ആ ഒരു ഉണ്മയുടെ ഭാവം ഉണ്ടാകുന്നു. അപ്പോൾ അഹങ്കാരം എന്ന ആ ഉണ്മയുടെ കാരണം എന്താണ്? ബുദ്ധിയാകുന്നു. ഇനി അഹങ്കാരം എന്ന ആ ഉണ്മയിൽ നിന്നാണ് മനസ്സ്, ഇന്ദ്രിയങ്ങൾ, പഞ്ചതന്മാത്രകൾ, പഞ്ചഭൂതങ്ങൾ ഇവയെല്ലാം ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഈ മനസ്സ്, ഇന്ദ്രിയങ്ങൾ, പഞ്ചതന്മാത്രകൾ, പഞ്ചഭൂതങ്ങൾ എന്നീ കാര്യങ്ങൾക്കെല്ലാം കാരണമാകുന്നത് അഹങ്കാരമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾക്കെല്ലാം കാരണമാകുന്നത് അഹങ്കാരമാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും പിന്നിൽ ഒരു കാരണമുണ്ട്. ആ കാരണത്തിൽ നിന്നും കാര്യമുണ്ടാകുന്നു. പിന്നീട് ആ കാര്യം കാരണമായിട്ട് വീണ്ടും പുതിയ കാര്യങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് പ്രകൃതി പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്രകാരം പ്രകൃതി പരിണമിച്ച ഓരോരോ കാര്യങ്ങളും അവ ഹേതുവായി, ആ കാര്യങ്ങൾ കാരണമായി വീണ്ടും പുതിയ കാര്യങ്ങളും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ കാര്യകാരണങ്ങൾക്കെല്ലാം തുടക്കം അഥവാ മൂലകാരണം പ്രകൃതിയാണ്. പരമാത്മാവിൻ്റെ ഒരു ഭാവമായ പ്രകൃതിയാണ് ഈ പുതിയ പുതിയ കാര്യകാരണങ്ങൾക്കെല്ലാം തുടക്കമായിട്ടുള്ളത്, മൂലകാരണമായിട്ടുള്ളത്. ഈ പരിണാമങ്ങൾ പ്രകൃതിയിൽ സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒന്നിൽ നിന്ന് ഒന്നുണ്ടാകുന്നു, അതിൽ നിന്ന് വീണ്ടും വേറൊന്നുണ്ടാകുന്നു. അങ്ങനെ അതാണ് ഈ കാര്യകാരണ ബന്ധം എന്ന് പറയുന്നത്. കാരണത്തിൽ നിന്നും ഒരു കാര്യമുണ്ടാകുന്നു, ആ കാര്യം കാരണമായി വീണ്ടും മറ്റൊരു കാര്യമുണ്ടാകുന്നു, അതിന് ഇങ്ങനെ തുടർച്ചയായി സംഭവിക്കുന്നു. അതിനാൽ ഈ പരിണാമങ്ങളുടെ, ഈ മാറ്റങ്ങളുടെ കർത്തൃത്വവും പ്രകൃതിക്ക് തന്നെയാകുന്നു. പ്രകൃതി പുരുഷഭാവങ്ങളിൽ പുരുഷന് അതിലൊരു ബന്ധവുമില്ല. പ്രകൃതിയാണ് സ്വയം ഇങ്ങനെ പരിണമിച്ചു കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പരിണാമങ്ങളുടെ കർത്തൃത്വവും പ്രകൃതിക്ക് തന്നെയാകുന്നു, പുരുഷൻ അതിലൊരു ബന്ധവുമില്ല. അങ്ങനെ പ്രകൃതിയും അതിൻ്റെ വികാരങ്ങളെന്ന് പറഞ്ഞാൽ പരിണാമങ്ങൾ, പരിണിത രൂപങ്ങൾ അഥവാ സൃഷ്ടികൾ, പ്രകൃതിയും അവയുടെ സൃഷ്ടികളും തമ്മിൽ കാര്യകാരണ ബന്ധം ഉണ്ട്. ഈ പരിണാമങ്ങളുടെ കർത്തൃത്വവും പ്രകൃതിക്കു തന്നെയാവുന്നു. എന്നാൽ ഗുണരഹിതനും അവികാരിയുമായ, അതായത് പരിണാമങ്ങൾക്ക് വിധേയനാകാത്തതുമായ പുരുഷൻ ഈ മാറ്റങ്ങൾക്കൊന്നും വിധേയനല്ല. അതിനാൽ തന്നെ പുരുഷന്, അതായത് പരമാത്മാവിന് കാര്യകാരണ ബന്ധവുമില്ല, കർത്തൃത്വവുമില്ല. പ്രകൃതി തന്നിൽ സ്വയം പരിണാമം വരുത്തിയാണ്, അഥവാ മാറ്റങ്ങൾ വരുത്തിയാണ് ദൃശ്യപ്രപഞ്ചവും ജീവജാലങ്ങളും ഉണ്ടാകുന്നത്. അതായത് പ്രകൃതിയിൽ വരുന്ന ഈ പരിണാമങ്ങൾക്ക് കാരണം പ്രകൃതി തന്നെയാണ്. പുരുഷൻ അതിൽ ഒരു പങ്കുമില്ല. പുരുഷൻ ഒരു സാക്ഷിയായി ഇവയെല്ലാം വീക്ഷിക്കുന്നു എന്ന് മാത്രം. പരമാത്മാവ് ഒരു സാക്ഷിത്വം മാത്രമേ ഉള്ളൂ. പ്രകൃതി തന്നെയാണ് സ്വയം തന്നിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. അങ്ങനെയാണ് ദൃശ്യപ്രപഞ്ചവും ജീവജാലങ്ങളും ഉണ്ടാകുന്നത്, നിലനിൽക്കുന്നത്. അതിനാൽ സൃഷ്ടിയിലെ കാര്യകാരണഭാവത്തിന് ഹേതുവും പരിണാമങ്ങളുടെ കർത്തൃത്വവും പ്രകൃതിക്കു തന്നെയാകുന്നു. അതാണ് പറയുന്നത്.
പുരുഷന് സൃഷ്ടിയുടെ കർത്തൃത്വമോ അതിൻ്റെ കാര്യകാരണഭാവത്തിൽ ബന്ധമോ ഇല്ല. എന്നാൽ സുഖദുഃഖാദി അനുഭവങ്ങളുടെ ഭോക്തൃത്വം പുരുഷനാണ് എന്ന് പറയപ്പെടുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം ഇതൊക്കെ. അതായത് ജീവജാലങ്ങളിൽ സുഖദുഃഖാദി വികാരങ്ങൾ അനുഭവപ്പെടുന്നതിന് ഹേതു അഥവാ അത് അനുഭവിക്കുന്നത് ഈ അവയുടെ ഭൗതിക ശരീരത്തിൽ വസിക്കുന്ന പുരുഷഭാവം അഥവാ ജീവചൈതന്യം ആകുന്നു. മനസ്സിലായില്ലേ? സുഖദുഃഖാദി വികാരങ്ങൾ അനുഭവിക്കുന്നു എന്ന് തോന്നിക്കുന്നത് അഥവാ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ അവ അനുഭവപ്പെടുന്നതിന് കാരണമായി ഭവിക്കുന്നത് പുരുഷഭാവമാണ് അഥവാ ജീവചൈതന്യ ഭാവമാണ്. അപ്പോൾ ജീവനില്ലാത്ത ജഡവസ്തുവിന് സുഖദുഃഖാദി വികാരങ്ങളൊന്നുമില്ല. ആ ജീവചൈതന്യം ഈ ശരീരത്തിലില്ലെങ്കിൽ, പഞ്ചഭൂത നിർമ്മിതമായ ശരീരത്തിൽ ജീവചൈതന്യമില്ലെങ്കിൽ അതിന് ഈ വികാരങ്ങളൊന്നും, ഈ സുഖദുഃഖാദി വികാരങ്ങളൊന്നും അനുഭവിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ ഈ വികാരങ്ങളെ അനുഭവവേദ്യമാക്കുന്നത് ഈ ജീവചൈതന്യമാണ് അഥവാ പുരുഷഭാവമാണ്, പരമാത്മഭാവമാണ്. വാസ്തവത്തിൽ പുരുഷന്, അതായത് പരമാത്മാവിന്, ഒന്നിൻ്റെയും കർത്തൃത്വമോ ഭോക്തൃത്വമോ ഇല്ല. അത് ഗുണരഹിതനും അവികാരിയും, അതായത് പരിണാമങ്ങൾക്ക് വിധേയനാകാത്തതും നിർവികാരനുമാണ്. എന്നാൽ ആ ചൈതന്യം, ആ പുരുഷഭാവം ജീവാത്മാരൂപത്തിൽ ദേഹത്തിൽ വസിച്ചാൽ മാത്രമേ ദേഹത്തിന് ഈ ഭോക്തൃത്വം ഉണ്ടാവുകയുള്ളൂ. അതായത് ഈ വികാരങ്ങൾ അനുഭവവേദ്യമാകുന്ന അവസ്ഥ ശരീരത്തിന് അഥവാ ദേഹത്തിന് ഇത്തരം വികാരങ്ങൾ, സുഖദുഃഖാദി വികാരങ്ങൾ, ശീതോഷ്ണങ്ങളാകുന്ന വികാരങ്ങൾ, ഇവയെല്ലാം അനുഭവവേദ്യമാകുന്ന അവസ്ഥ ഉണ്ടാകണമെങ്കിൽ ആ ദേഹത്തിൽ ഈ പരമാത്മാവ് അഥവാ പുരുഷൻ ജീവാത്മാരൂപത്തിൽ വസിച്ചെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ വികാരങ്ങളുടെ ഭോക്തൃത്വത്തിന് ഹേതു, അതായത് അനുഭവവേദ്യമാകുന്നതിന് ഹേതു പുരുഷനാണ് അഥവാ പരമാത്മാവാണ് എന്ന് പറയപ്പെടുന്നത്. വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ശ്ലോകമാണ്. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതായത് കാര്യകാരണ ഭാവത്തിനും കർത്തൃത്വത്തിനും ആധാരം പ്രകൃതിയാകുന്നു. എന്നാൽ സുഖദുഃഖങ്ങളുടെ ഭോക്തൃത്വത്തിന് കാരണം പുരുഷനുമാകുന്നു എന്ന് പറയപ്പെടുന്നു എന്ന് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ വിശദീകരണമാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.